ഇതെന്തോ ലെഗിൻസാ ഇതിന്റെ ടോപ്പ് അവിടെ ലെഗിൻസാ എടാ എപ്പോഴും ഒരാണക്ക് നടന്നെങ്ങനെ ഒരു വെറൈറ്റി പിടിച്ച് എങ്ങനെയുണ്ട്? എടാ ഇത് 2010 പെൻസിൽ ഫിറ്റ് ഇല്ലേ? എടാ പെമ്പിള്ളാരും വല്ലപ്പോ ഈ ലെഗിൻസ് എടുത്തില്ലല്ലോടാ. ഇതെന്തോ നിർത്തി അടിപ്പിച്ച് ഒന്ന് പോടാ. ഇതെന്തോടാ ഗുണാക്കേവാ സുഭാഷേ മോനെ എന്താടാ എണ്ണ തീർന്നോയാ കുട്ടാ? ഇല്ല, എണ്ണ അടിച്ചപ്പോഴേ കൂടിപ്പോയി. അങ്ങനെ വെയിറ്റ് കാരണം തള്ളിക്കൊണ്ടു പോണ്. ഒരു സഹായം വല്ലതും വേണോ? ഓ എന്താടാ? എന്നാ ഇത് തള്ളിക്കൊണ്ടു എന്റെ കൂടെ. ഡീസലാണോ പെട്രോൾ ആണോ? ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് ഇതിലോട്ട് ഒഴിയടാ. എങ്ങോട്ടാ സാറേ? മനസ്സമാധാനം കിട്ടുന്നത് ഇങ്ങോട്ടെങ്കിലും. 1-ാം തീയതി ബാറിൽ അവധിയാണ് സാർ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതാരാണ്? ശരി, നീൽ ആംസ്ട്രോങ്. എല്ലാവർക്കും അറിയാം. രണ്ടാമതായി കാലുകുത്തിയതാരാണ്? അതും നീൽ ആംസ്ട്രോങ് ആണ് സാർ. പിന്നെ ഒറ്റക്കാലം നടക്കണമെന്നാണ്. ജോൾസിനല്ലേ? അല്ലടാ റിമി ടോമി. എന്നാ മച്ചൊരു പാട്ട് പാടോ ബ്രോ? ഇവർ ഇൻട്രോവേർട്ടാണ്. ഇൻസ്റ്റാൾമെന്റിനാണെങ്കിൽ എടുക്കാം. എന്തോന്ന് ഇൻവെർട്ടർ? ഇൻവെർട്ടർ അല്ല, ഇൻട്രോവേർട്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒന്നും മിണ്ടൂല. ഫോർ എക്സാമ്പിൾ എന്റെ ഫാദർ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയത്, അവിടെ പന്നിക്ക് ചെയ്യുന്ന ഒരു കെണി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പോലും അവൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. ആന്തരാ അല്ല, അച്ഛൻ നല്ല കാര്യത്തിന് പുറകിൽ നിന്ന് വിളിച്ച് അച്ഛൻ എന്ത് വിചാരിക്കും? കഴിഞ്ഞ ദീപാവലിക്ക് ഒരു വാണം വിട്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. എന്നിട്ട് ആ വാണം നേരെ ചെന്ന് ഇവിടെ അവന്റെ പെരപ്പുറത്താണ്. അത് നിന്ന് കത്തി. എന്നിട്ട് പോലും ഹി ഡോണ്ട് കോൾ ഫയർഫോഴ്സ്. ഫയർഫോഴ്സ് ഞാനോട്ട് കമ്പനി ഒന്നും ഇല്ല. അപ്പൊ ഞാൻ അവരെ വിളിക്കുമ്പോ അവരെന്ത് വിചാരിക്കും? എടാ ഇവന്റെ ഒരു പെണ്ണ് കിട്ടിയാ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അയ്യോ, ഞാൻ കല്യാണം ഒന്നും കഴിക്കൂല. കല്യാണം കഴിക്കുമ്പോ എനിക്ക് നോക്കും കൊച്ചുണ്ടാവില്ലേ? അപ്പൊ എന്റെ അച്ഛനും അമ്മ എന്നെ പറ്റി എന്തോന്ന് വിചാരിക്കും? നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. എന്താ അമ്മാവ ഇവിടെ? ബസ് കയറുവാൻ നിക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുച്ച് നിൽക്ക്. ബസ് നന്നായി കയറിക്കോളൂ. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി, എന്നെ ഒന്ന് സഹായിക്കണം. ഓ അതിനെന്താ, ആ അടിയാൻ പിടിക്കാം. സുഖല്ലേ? വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ ഹൈർ. അതല്ല പപ്പ എനിക്ക് എന്തിനാ കയ്യില്? പപ്പയുടെ പാന്റ് കയറി, ഇല്ലേ പപ്പയുടെ ഡിങ്കിൾ ബെൽസ് എല്ലാരും കാണും. കത്തിയ ഇത് മറ്റേ സംഘമല്ലേ? ബലാൽ സംഘം, കുർക്കുറെ സംഘം. ചേട്ടാ ഒരു 50 രൂപ ഉണ്ടാവും ബസ്സിന് പോകാൻ പൈസ ഇല്ലാണ്ട്. അതെ, ഇതൊക്കെ വേണം വലിക്കുമോ? അത് വാങ്ങാനേ പൈസ വെച്ചു. നിന്റെ പ്രേമം എന്താടാ പൊട്ടിയത്? ഓ, അവക്ക് എന്നെക്കാട്ടി ഹൈറ്റ് ഉള്ള ഒരുത്തനെ വേണോ? എങ്കിലേ കെട്ടിപ്പിടിക്കുമ്പോ നെഞ്ചിടിപ്പ് കേൾക്കത്തുള്ളൂ. അവിടെ തന്തയുടെ പേര് ECG മെഷീൻ എന്നായിരിക്കും. നിങ്ങൾക്കറിയാമോ 480 രൂപ ടിക്കറ്റിന് 480 രൂപ ടിക്കറ്റ് കൊടുത്താണ് ഞാൻ പടം കാണാൻ വേണ്ടി വന്നത്. പടം കാണാൻ ആ 480 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും എന്റെ സുമേഷും കൂടെ 460 രൂപയ്ക്ക് മാംഗോ ചില്ലി എടുത്ത് 20 രൂപയ്ക്ക് 2 താറാമുട്ടയെ മാറ്റി ഞങ്ങൾ സുഖമായിട്ട് അടിക്കുമായിരുന്നു. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഒരു ഒന്ന് കാണാമോ? ക്യാമറയ്ക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഉണ്ണി കണ്ടോ? ഉണ്ണിയാണ് നെഞ്ചത്തിരിക്കുന്നത്. പെണ്ണിനെ വിട്ട് ഉണ്ണീനെയാണ് മനസ്സിൽ കേറ്റിയിരിക്കുന്നത്. ഇഷ്ടമാണ് ഉണ്ണീനെ. ഭയങ്കര ഇഷ്ടമാണ്. ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നാ ചോദിച്ചത്. ആർക്ക്? ചേട്ടന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ പെൺകുട്ടി വന്ന് ഈ ഉണ്ണിയുടെ ഫോട്ടോ മാറ്റി എന്റെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചേട്ടൻ? അവളെ ഒഴിവാക്കും. നമ്മളെ ഇപ്പുറത്തെ നെഞ്ചി ബാധിച്ചൂടെ? വേണ്ട, ഇവരല്ലേ.
ആദ്യം ഒന്ന് എല്ലാം ചേരുവകളെല്ലാം കറക്റ്റാണെന്ന് നോക്കാം. ഇടിയപ്പം സത്യം പറഞ്ഞാൽ മണത്ത് നോക്കൽ നടക്കുന്ന കാര്യമല്ല, പക്ഷെ കറികൾ പറ്റും കേട്ടോ. ഉപ്പ് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്.